ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് അതോറി എന്ന ഗെയിമാണ്. അപ്പോൾ ഈ അതോറി എന്ന് പറയുന്ന ഗെയിം എന്ന് പറയുന്നത് പാൽവേൾഡ് ലാപ്ടോപ്പ് ഗെയിമിൻ്റെ മൊബൈൽ വെർഷനാണ്. അപ്പോൾ നമ്മൾ കളിക്കുന്നത് സെർവർ 7 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ഈ ഗെയിമിൻ്റെ അകത്ത് പാൽസ്പിയർ എന്ന് പറയുന്ന മറ്റൊരു പേര് ഓറോ ക്യൂബ് എന്നാണ്. ഈ ഓറോ ക്യൂബ് നമുക്ക് ഒരു ദിവസം ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ 25 എടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളത് എറിഞ്ഞ് 8 വിചാരിക്കും. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ലിമിറ്റ് കഴിഞ്ഞു നമുക്ക് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ കുറേ ഇവൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലെവൽ 6 വരെയുള്ള ആറാ ക്യൂബ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളുടെ ലെവലിപ്പോൾ 9 ആണ്. പക്ഷെ നമ്മളുടെ ഉള്ളതൊക്കെ കോമൺ ചൂച്ചൂസാണ്. ഇതിൻ്റെ പാൽസിനെ പറയുന്നത് ചൂച്ചൂസിനും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയമണ്ട് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരെണ്ണം ചൂച്ചുവും ഒരെണ്ണം ഫ്ലൈ ചെയ്യണ മൗണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ. നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഇവൻറ്റിലൊക്കെ പോയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് അൺലോക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് പിടിക്കാം. ഇപ്പോൾ ഞാൻ ക്ലെയിം ചെയ്തപ്പോൾ എൻ്റെ സ്റ്റാർ ഫണ്ട് 4. അപ്പോൾ എനിക്ക് 4 അൺലോക്കാം. അങ്ങനെ ഇതിലിപ്പോൾ ചിലവർക്ക് ഇപ്പോൾ ഈ സമയത്ത് വീടൊക്കെ പണിയാൻ പറ്റും. എനിക്ക് ഇതായിട്ട് പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ഞാൻ അടിച്ച് നോക്കിയപ്പോൾ ചിലതിൽ പറയും ലെവൽ 14 ആവണം, ചില സമയത്ത് പറയും എന്തോ ഇത് അൺലോക്ക് ചെയ്യാം. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും ഗ്ലിച്ചായിപ്പോയി. നമ്മളിതല്ല, നമ്മളുടെ ഒരു മാനാണ്. ഇപ്പോൾ നമ്മളുടെ ഉള്ളതിൽ ഏറ്റവും സ്പീഡ് കൂടിയത് ഇതാണ്. നിങ്ങൾ ഫസ്റ്റായിട്ട് കളിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പൂച്ച മതിയുള്ളത് കാണും. പൂച്ചനെയും കാണും, പശുവിനെയും കാണും. അതിൽ പൂച്ചയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കുറേ ഓറോ ക്യൂബൊക്കെ കാണും. നമുക്ക് ഈ കാണുന്ന ബുഷിൽ നിന്ന് എടുക്കാം. ഇതിപ്പോൾ ലെവൽ 3 ക്യൂബ് നമുക്ക് ഇതായിട്ട് കിട്ടിയതാണ്. നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ എടുക്കാം. അതിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഹീലിംഗ് ഇത് കഴിച്ചതാണ്. എന്താ വെച്ചാൽ എൻ്റെ ഹെൽത്ത് കുറവായിരുന്നു. നീല ഷീൽഡും ചുവപ്പ ഹെൽത്തുമാണ്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ബോസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്രാസ് ലാൻഡിൽ 2 ഒരു ഫ്ലറ്റർ പാൻസ് എന്ന് പറഞ്ഞതും ഫ്ലറ്റർ പാൻറ്റ് ചൂച്ചു എന്ന് പറയുന്നത്. ഈ ഫ്ലറ്റർ പാൻറ്റ് ചൂച്ചു എന്ന് പറയുന്നത് നമുക്ക് ഫൈറ്റിങ്ങിനും, ഫ്ലറ്റർ പാൻറ്റ് എന്ന് പറയുന്നത് റൈഡിങ്ങിനുമാണ്. അതിലിപ്പോൾ കാണുന്നൊരു ആനയുണ്ടാവും, അതാണ് നമുക്ക് ഫൈറ്റിങ്. അല്ലാതെ വേറെ ഒന്നും കൂടി ഉണ്ടാവും, അത് മൗണ്ടാണ്. നമുക്കിപ്പോൾ ഇതിൽ ഓരോ ഏരിയയിൽ ഓരോയാണ്. നമ്മളിപ്പോൾ സ്പോൺ ആവണ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഉണ്ടാവുക. അതൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്യണം. നമുക്കിപ്പോൾ വീണ്ടും കുറഞ്ഞ നമുക്ക് ഇങ്ങനെ ട്രഷർ മാപ്പുകളൊക്കെ കിട്ടും. അതിൻ്റെ ബ്ലൈൻഡ് ബോക്സസും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അൺലോക്ക് ചെയ്ത് നമുക്ക് ട്രഷർ കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ ഗ്രാസ് ലാൻഡിലാണ് സെലക്ട് ചെയ്യണം. വരുന്നില്ലല്ലോ, ഗോൾഡൻ്റെ ഇതായിട്ട് വെച്ചേക്കാനില്ല. ഇനി ഓക്കെ, ഇപ്പോൾ ഗ്രാസ് ലാൻഡ് ഇതാക്കി. ഇനി നമുക്ക് അത് ട്രാക്ക് ചെയ്യാം. എവിടെ പോയി കിടക്കണം അൺലോക്ക്. അപ്പോൾ യൂസ് വയ്ക്കാൻ നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു ആരോ കാണിക്കാത്ത എവിടെയാണ് ആ ഒരു ട്രഷർ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ പോണ വഴിക്ക് കുറേ അയണോറ്, സ്റ്റോണ്, വുഡ് അങ്ങനെയൊക്കെ കാണും. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ അലൈറ്റ്യൂസിനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ വീടുണ്ടാക്കാനാണ് എനിക്ക് പറ്റാത്തത്. അതെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമുക്ക് പോവാം. അവിടെ കാണുന്നത് ഒരു ഓപ്ഷൻ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ലിംബസ് പ്ലെയിനിലേക്ക് കയറി നമുക്ക് ഫൈൻഡ് ഔട്ട് പോസ്റ്റ് ഓഫ് സ്റ്റഡിങ് ഡിവൈസാണ് നമുക്കിപ്പോൾ പറഞ്ഞേക്കുന്ന ഒരു ടാസ്ക്. അപ്പോൾ നമുക്കത് പോയി
ചെയ്യാം. 130 മീറ്റർ എന്താ ഇപ്പൊ ഓക്കെ. എത്താതായിരുന്നു തോന്നുന്നു. എത്താതായി. അതൊക്കെ ഒരു റൈഡിങ് പൾസ്. ഈ പശുവിനൊന്നും പിടിക്കരുത്. ഫസ്റ്റ് ഞാൻ പൂച്ചയെ പിടിച്ച് റൈഡ് ചെയ്യാതാണ് നല്ലത്. സ്റ്റോണൊന്നും നമുക്ക് വേണ്ട. യു മസ്റ്റ് മൗണ്ട് ദി ട്രഷർ. ഒരാൾ നടക്കി കിട്ടുന്നില്ല നമ്മള്. പിന്നെന്താ അതൊക്കെ വെക്കൂ. ഇപ്പം പറ്റുന്നില്ല. മൗണ്ടിനും കൂടി അതൊക്കെ വരുന്നല്ല. അതിൻ്റെ പുറത്തിരിക്കണം. ഇനി നോക്കാം. ഇപ്പം റെഡി. നമുക്ക് കോമൺ ആയിട്ട് ട്രഷർ ഇപ്പോൾ സ്റ്റോപ്പ് സെല്ലിംഗ് ഡിവൈസ് കിട്ടി. നമുക്കതൊക്കെ കാണാതെ ഗോബ്ലിൻ ബേസ് ഒക്കെ ഉണ്ട്. ഹോം മിനിയേച്ചർ അങ്ങനെ അനലൊക്കെ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വീട് പണിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവർ പറയുന്നതൊക്കെ ചെയ്യാൻ ടെലിപ്പോർട്ടായി. ഈ കാണുന്ന ഫീച്ചേഴ്സൊന്നും നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഗ്രാസ് ലാൻഡിൽ ഇല്ല. അതിപ്പോൾ ഓരോ ഫീച്ചേഴ്സും ഇതിൽ കുറച്ചധികം പ്ലാനറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽഫയാണെങ്കിൽ ഇനി B2 ഉണ്ട്, ഗാമയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട് അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും റാബിറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. പ്രൊമോഷൻ ഹബ്ബ് ഇരിക്കുന്നുണ്ട്. ഇനി വെയർ ഹൗസ് പറഞ്ഞിരിക്കുന്നുണ്ട്. അതോടെ വയ്ക്കാൻ പറ്റുമോ? പറ്റാൻ കാണിക്കണ വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇല്ല. അപ്പോൾ കഷ്ടകാലം. ഇനിയിപ്പോൾ വയ്ക്കാനും പറ്റില്ല. അൺഎബിൾ ടു ബിൽഡ്. ഇതും പറ്റില്ല. ഒന്നും പറ്റില്ല. അപ്പോൾ അക്യും 0. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് അടിക്കാം. അതേ വഴിയുള്ളൂ. ഇപ്പം വെച്ചാൽ ഒരു ലൊക്കേറ്റഡ് 3 ആൻഡ് യൂസ് ദ സോൺ. അപ്പോൾ ഇത് സീലിംഗ് ചോദിച്ചു. വൺ ഓഫ് ദ പവർഫുള്ളാണ് നമ്മളുടെ കയ്യിൽ ഇറക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് വേണ്ട. നമുക്കിപ്പോൾ നമുക്കകത്തെ റെസ്റ്റിലേക്കണം. അതായിരിക്കും നല്ലത്. അങ്ങനെ വെച്ചിപ്പോൾ നമുക്ക് 2 ഫീച്ചേഴ്സിനാണ് വർക്കിങ്ങിന് ഇടാൻ പറ്റുക. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം. അൽപ്പാക്ക ചൂച്ച് ലെവൽ 9 10,000 ഉണ്ട്. അതവിടെ കയറട്ടെ. 2 വർക്ക് ചെയ്യാൻ. അൽഫോൺ 10 ഇവരൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഈ ബയാസോറസ് ഒക്കെ ഈ ഗ്രാസ് ലാൻഡിൽ വരുന്ന അലൈറ്റാണ്. പക്ഷെ സ്നേഹിയും ചോദിച്ചു ഗ്രാസ് ലാൻഡിൽ എത്താൻ ചാൻസ് കുറവാണ്. നമ്മൾ ലെവൽ 10 അങ്ങോട്ട് കയറേണ്ടി വരും. ബയോസോറസും സ്ലോലി ചോദിച്ചു ഒക്കെ നമുക്ക് ഗ്രാസ് ലാൻഡിൽ എത്തും. ബാക്കി അത്രയും മാറ്റിയിരിക്കുന്ന ചൂച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാൻ പണിയുണ്ട്. അപ്പം നമുക്കെന്തായാലും കളിക്ക് സ്ലോ ചോദിച്ച് ലെവൽ 1, സ്ലീലിങ് ചോദിച്ച് 10,000 എന്താ അതിൻ്റെ ഇതൊക്കെ. ഇത് വേണ്ട ചോദിച്ചു. ഇതുണ്ട് 10,000. അപ്പോൾ നമുക്ക് ഇതായിരിക്കും നമ്മളേലുള്ള ലൈറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഒരാളാണ് നമ്മളെ ലെവൽ 9 ഒക്കെ ഉള്ളൂ. ഇനി അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വിറ്റങ്ങളെ ഫീഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയും കൂടി ഒരു വഴിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ദിവനെ ഫീഡ് ചെയ്ത് ഇതാക്കാൻ പോവാണ്. ഇതൊന്നും നമുക്ക് വേണ്ട. അപ്പം നമുക്കെന്തായാലും നമ്മളുടെ സ്നീലിങ് ചൂച്ചുവിനെ ഡെവലപ്പ് ചെയ്യാം. അതായിരിക്കും നല്ലത്. സ്നീലിങ് ചൂച്ചു കിട്ടി. ഞാൻ ക്വിക്ക് ഫീഡ് ചെയ്ത് നമ്മളെ സ്നീലിങ് ചൂച്ചു ഇപ്പോൾ ലെവൽ 1 നിന്ന് ലെവൽ 6ലേക്കാണ് ഡയറക്റ്റ് മാറി. ഇപ്പോൾ മറ്റേ ബ്രയോസോറസിന് ലെവൽ 2 ആക്കി. അപ്പോൾ ഇന്നത്തെ ഇതെന്തായാലും നമുക്ക് നിർത്താം. അപ്പോൾ ടാറ്റ ബൈ.
and I'm hating the slack. Couple man slide around like they hate in the gaff. Please stop talking that trash, cause the vibes and the fun all the way to the back.